എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ എം മുകുന്ദന്റെ മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് റിവ്യൂ പറയുന്നത്. അതിനായി ഹുസ്നയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹുസ്ന, പ്ലീസ്. താങ്ക് യു രഞ്ജുഷ. ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് ഈ ബുക്ക് റിവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് എം മുകുന്ദന്റെ മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഈ ഒരു ബുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിനോടുള്ള ഒരു ഇഷ്ടവും കൗതുകവും അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ബുക്ക് സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെയാണ് അതിലെ കഥയും ഒരു വ്യത്യസ്തമായ കഥയാണ്. ഇനി നമ്മുടെ എഴുത്തുകാരനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആധുനിക സാഹിത്യകാരന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് എം മുകുന്ദൻ. ഫ്രഞ്ച് നയതന്ത്ര ഉദ്യോഗസ്ഥനായും അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിന്റെ ഒരു മുതൽക്കൂട്ടാണെന്നും നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. നൃത്തം, രാവും പകലും, കുട നന്നാക്കുന്ന ചോയി, ദൈവത്തിന്റെ വികൃതികൾ എന്നിങ്ങനെ നിരവധി മനോഹരമായ കൃതികള് അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഫ്രഞ്ച് അധീന പ്രദേശമായ പോണ്ടിച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മയ്യഴിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മയ്യഴിയുടെ എഴുത്തുകാരൻ അല്ലെങ്കിൽ മയ്യഴിയുടെ കഥാകാരൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അപരനാമം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ കൃതികൾക്ക് മുട്ടത്ത് വർക്കി പുരസ്കാരം, അതുപോലെ എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ പുരസ്കാരം എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി അധിനിവേശം രൂപപ്പെടുത്തിയ മയ്യഴിയുടെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രങ്ങളും മനോഭാവങ്ങളും ഒക്കെയാണ് ഈ ഒരു നോവലിലൂടെ അദ്ദേഹം നമുക്ക് മുന്നിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ ദാസൻ ഇതിലെ പ്രധാന ഒരു കേന്ദ്ര കഥാപാത്രമാണ് ദാസൻ. അതുപോലെ ദാസന്റെ അച്ഛനായ ദാമു, അമ്മ കൗസു അമ്മ, അതുപോലെ മുത്തശ്ശി കുറമ്പി അമ്മ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മയ്യഴി എന്നതൊരു ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായിരുന്നു, അല്ലെങ്കിൽ ഫ്രഞ്ച് ഭരണത്തിന്റെ കീഴിലാണ് എന്നാണ് ഈ ഒരു മയ്യഴി അവരുടെ കീഴിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ലെസ്ലി സായിപ്പ്, മൂപ്പൻ സായിപ്പ് എന്നിങ്ങനെ, അതുപോലെ കുഞ്ഞനന്ദൻ മാസ്റ്റർ, അതുപോലെ നമ്മുടെ ദാസന്റെ പ്രണയിനിയായി വരുന്ന ചന്ദ്രിക, അങ്ങനെ നിരവധി പ്രധാന കഥാപാത്രങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇനി നോവലിലോട്ട് കടക്കുകയാണെങ്കിൽ നമുക്ക് ഈ നോവല് 2 ഭാഗങ്ങളായിട്ട് തിരിക്കാൻ സാധിക്കും. അതായത് ആ നോവല് തുടങ്ങുന്നത് തന്നെ ആ ഒരു വരിയിലൂടെയാണ്, ദാസന്റെ ജനനത്തിന് മുൻപ്, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ നോവല് തുടങ്ങുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്കും ആ ഒരു നോവലിനെ കുറിച്ച് പറയുമ്പോൾ 2 ഭാഗങ്ങളായിട്ട് തിരിക്കാൻ സാധിക്കും, ദാസന്റെ ജനനത്തിന് മുൻപും ജനനത്തിന് ശേഷവും എന്ന തരത്തില്. അപ്പോ നമ്മുടെ ദാസന്റെ മുത്തശ്ശിയായ കുറമ്പിയമ്മയിലൂടെയാണ് മയ്യഴിയുടെ ചരിത്രം എഴുത്തുകാരൻ എം മുകുന്ദൻ നമ്മളിലേക്ക് എത്തിക്കുന്നത്, ദാസന്റെ ജനനത്തിന് മുൻപ്. അപ്പൊ പറയുന്നത് കുറമ്പിയമ്മയെ പോലെയുള്ള പഴയ തലമുറക്കാർക്ക് എന്താ പറയാ, നമ്മുടെ ഈ ഫ്രഞ്ച് അധിനിവേശം അല്ലെങ്കിൽ അധിനിവേശ ശക്തി എന്നുള്ളത് ഒരു വിലങ്ങുകളായിട്ടോ അല്ലെങ്കിൽ അതൊരു പ്രയാസമായിട്ടോ അവരുടെ ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടായിട്ടോ ഒന്നും തോന്നിയിരുന്നില്ല. മറിച്ച് അത് അവർക്ക് അവരോട് ആരാധനയും അതുപോലെ തന്നെ ബഹുമാനവും ഒക്കെ ആയിരുന്നു. എന്താ പറയാ, വളരെ സൗഹൃദപരമായ ഒരു ബന്ധമായിരുന്നു മയ്യഴിയിലെ ജനങ്ങളും അതുപോലെ തന്നെ ഈ ഫ്രഞ്ച് ഭരണവും തമ്മിൽ ഉണ്ടായിരുന്നത്. നമ്മള് മുന്നേ കേട്ടിട്ടുള്ള എന്താണ് അല്ലെ, പാശ്ചാത്യ ശക്തികളോട് നമ്മൾ എന്നും പൊരുതിയിരുന്നതാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോരാടിയിരുന്നതാണ്. പക്ഷെ അവിടെ ഫ്രഞ്ചുകാരുടെ ഒരു കോളനി ആയിരുന്നു മയ്യഴി. പക്ഷെ ആ ജനങ്ങൾക്ക് അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അവര്. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ കുറമ്പി അമ്മയുടെ ഭർത്താവിനെ കുറിച്ച് ചെറിയൊരു പരാമർശത്തിൽ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നോവലിലുടനീളം നമുക്ക് കാണാൻ സാധിക്കില്ല, കാരണം അദ്ദേഹം വളരെ മുൻപ് തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ടെന്നും നോവലിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അപ്പൊ കുറമ്പി അമ്മയുടെ മകനാണ് ദാമു. നമ്മള് കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു ദാമു. അപ്പോ ദാമുവിന്റെ വിദ്യാഭ്യാസം പൂർത്തിയായപ്പോ ലെസ്ലി സായിപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവര് തമ്മിൽ നല്ല സൗഹൃദ ബന്ധമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് നോവലില് ഒരു സന്ദർഭം പറയുന്നുണ്ട്.
അതായത് എന്നും ദിവസേന പുകയിലപ്പൊടി തേടി വരുന്ന ലെസ്ലി സായിപ്പും അതുപോലെ തന്നെ ആനക്കൊമ്പിൽ തീർത്ത ഡപ്പിയില് ഈ പുകയിലപ്പൊടിയുമായിട്ട് ലെസ്ലി സായിപ്പിനെ കാത്തു നിൽക്കുന്ന കുറമ്പി അമ്മയും. അപ്പൊ അതൊക്കെ കാണിച്ചു തരുന്നത് എന്താണ്? അവരുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധമാണ് മയ്യഴിയിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നാണ്. അപ്പോൾ കുറമ്പി അമ്മയുടെ മകനായ ദാമുവിന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ലെസ്ലി സായിപ്പിന്റെ സഹായത്തോട് കൂടിയിട്ട് ദാമുവിന് ഒരു റൈറ്റർ ജോലി കിട്ടുകയാണ്. അപ്പൊ പിന്നീട് ആ കഥാപാത്രം ദാമു റൈറ്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പിന്നീട് ദാമു വിവാഹം കഴിക്കുന്നു. കൗസു അമ്മ എന്ന പേരുള്ള ഒരു സ്ത്രീയാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ദാമുവിന്റെയും കൗസു അമ്മയുടെയും മകനായിട്ടാണ് നമ്മുടെ ഈ നോവലിലെ പ്രധാന കഥാപാത്രം ജനിക്കുന്നത്. അപ്പോൾ ഈ ദാസന്റെ ജനനം നമ്മുടെ കഥാകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ വളരെ മനോഹരമായിട്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഒരു അറിയിപ്പ് എന്നൊക്കെ പറയില്ല, ഒരു ജനനത്തെ അറിയിക്കുക. അപ്പൊ അത്തരത്തിൽ നമുക്കത് വായിക്കുമ്പോൾ തോന്നും. അത് ആ നോവലിൽ പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങ് ദൂരെ വിശാലമായ അറബിക്കടലിൽ കണ്ണുനീർ തുള്ളി പോലെ കാണപ്പെടുന്ന വിശ്വാസങ്ങളാലും കെട്ടുകഥകളാലും ഒക്കെ നിർഭരമായ വെള്ളിയാങ്കല്ല്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഈ വെള്ളിയാങ്കല്ലിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് പറയാം. ഈ വെള്ളിയാങ്കല്ല് എന്ന് പറയുന്നത് മറ്റു കഥാപാത്രങ്ങളെ പോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന, നോവലിൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മയ്യഴി പ്രദേശം എന്നത് ഒരു അഴിമുഖ പ്രദേശമാണ്. അതായത് കടലും പുഴയും ചേരുന്ന ഒരു അഴിമുഖ പ്രദേശമാണ്. അപ്പോൾ ആ കടലില് നടുക്കലായിട്ട് അങ്ങ് ദൂരെ ചെറിയൊരു പാറക്കെട്ട് പോലെ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്ത് പറയുന്നത്, ഈ വെള്ളിയാങ്കല്ല് എന്ന് പറയുന്നത്. അപ്പൊ മയ്യഴിയിലെ ജനങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഈ വെള്ളിയാങ്കല്ല്, അത് മയ്യഴിയിലെ ജനങ്ങള് അല്ലെങ്കിൽ ഓരോ മക്കളും ജനിച്ചു വരുന്നതും മരിച്ചു തിരിച്ചു പോകുന്നതും എവിടേക്ക് തന്നെയാണ്? ഈ വെള്ളിയാങ്കലിലേക്ക് തന്നെയാണെന്നാണ് അവരുടെ ഒരു വിശ്വാസം. അതായത് വെള്ളിയാങ്കലിലെ തുമ്പികളാണ് ഇവിടെ ജനിക്കുന്ന ഓരോരുത്തരും. അതുപോലെ തന്നെ മരിച്ച ആത്മാക്കള് തുമ്പികളായിട്ട് തന്നെ തിരിച്ച് വെള്ളിയാങ്കലിലോട്ട് പോകും എന്നുള്ള ഒരു മിത്ത് എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ മയ്യഴിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു ജനനത്തിനും മരണത്തിനും ഇടക്ക് ആത്മാക്കളുടെ ഇടത്താവളമായ ഈ ഒരു വെള്ളിയാങ്കലിൽ നിന്ന് നമ്മുടെ കുറമ്പി അമ്മയുടെ കുടുംബത്തിലേക്ക് ദാമുറൈറ്ററുടെയും കൗസമ്മയുടെയും മകനായിട്ട് ദാസൻ ജനിക്കുകയാണ്. അതിൽ ഈ എഴുത്തുകാരൻ മറ്റൊരു തരത്തിലും അതിന് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, നോവലിലെ വരി ഇങ്ങനെയാണ്: ജീവബീജത്തിന്റെ നിറവും ക്രൗഞ്ച ദ്വീപിന്റെ നിശബ്ദതയുമാകുന്ന ഒരു പ്രഭാതത്തിലാണ് ദാസന്റെ ജനനം എന്നിങ്ങനെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു വരികളിലൂടെ അത് പറയണമെങ്കിൽ ആ കഥാപാത്രത്തിന് അത്രയും പ്രാധാന്യം ആ ഒരു നോവലിലുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു കാര്യങ്ങളാണ് ദാസന്റെ ജനനത്തിന് മുൻപ് നടന്നിട്ടുള്ളത്. ഇനി പറയുന്നത് ദാസന്റെ ജനനത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ്. എന്താണ് ആ കഥയിലുണ്ടായ വഴിത്തിരിവ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ദാസൻ വളരെ മിടുക്കനായിട്ട് തന്നെ വളരുകയാണ്. പഠിക്കാനും അവൻ മിടുക്കനായിരുന്നു. തന്റെ മുത്തശ്ശിയായ കുറമ്പിയമ്മയിൽ നിന്ന് നമ്മുടെ മയ്യഴിയുടെ ചരിത്രം കേട്ടുകൊണ്ടാണ് അവൻ വളരുന്നത്. പിന്നീട് അന്നത്തെ കാലത്ത് ഉന്നത പരീക്ഷയായ ഇന്റർമീഡിയറ്റ് എക്സാം, അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം ഒക്കെ കരസ്ഥമാക്കിക്കൊണ്ട് ദാസൻ തിരിച്ചു വരികയാണ്. ആ സമയത്ത് ലെസ്ലി സായിപ്പ് ദാസന്റെ മുന്നിലേക്ക് 2 ഓഫറുകൾ വെക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ഒന്നുകിൽ അവന് ഫ്രാൻസിൽ പോയിട്ട് ഉന്നത പഠനം പൂർത്തിയാക്കാം, അല്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ മയ്യഴിയിൽ തന്നെ ഒരു ഉന്നത സർക്കാർ ജോലി വാങ്ങിച്ചു തരാമെന്ന് ലെസ്ലി സായിപ്പ് പറയുകയാണ്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് അവൻ ആ ജോലി ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചിട്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെയാണ് തന്റെ കുടുംബം അല്ലെങ്കിൽ അവന്റെ കുടുംബം വിചാരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ നേരെ മറിച്ചാണ് ദാസന്റെ തീരുമാനം ഉണ്ടായത്. അതിങ്ങനെയായിരുന്നു: കമ്മ്യൂണിസ്റ്റും ദേശീയവാദിയുമായിരുന്ന നമ്മുടെ ദാസന്റെ അധ്യാപകനായിരുന്നു കുഞ്ഞനന്ദൻ മാസ്റ്റർ. അപ്പൊ കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ സ്വാധീനത്തില് ദാസൻ പിന്നീട് ചെയ്യുന്നത് നമ്മുടെ മയ്യഴിയുടെ വിമോചന സമരത്തിൽ പങ്കെടുക്കുക എന്നതായിരുന്നു അവന്റെ ജീവിത ലക്ഷ്യം എന്നാണ് അവൻ പറയുന്നത്. അപ്പൊ ഈ 2 ഓപ്ഷനൊന്നും സ്വീകരിക്കാണ്ട് അവൻ സ്വീകരിച്ച വഴി എന്താന്ന് വെച്ചാൽ തന്റെ നാടിനെ ഈ അധിനിവേശ ശക്തിയിൽ നിന്ന് മോചിപ്പിക്കുക, അതാണ് ഇനി തന്റെ ജീവിത ലക്ഷ്യം എന്നാണ് ആര് പറയുന്നത്? ദാസൻ പറയുന്നത്. പക്ഷെ ഇത് മയ്യഴിയിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ
ദാസന്റെ കുടുംബത്തിനൊന്നും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, കുറുമ്പിയമ്മയെ പോലെയുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ മയ്യഴിയിലെ ജനങ്ങൾക്കും അധിനിവേശ ശക്തി എന്തായിരുന്നു? അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അത് അവർക്ക് ഒഴിച്ചുകൂടാനാവാത്തതായിരുന്നു. മയ്യഴിയിലെ ജനങ്ങളെ പോലെ തന്നെയാണ് അവർ കണ്ടിരുന്നത്. അതുപോലെ തന്നെ അവർ ആരാധനയോടെയൊക്കെയാണ്, കൗതുകത്തോടെയൊക്കെയാണ് അവരവരെ നോക്കിയിരുന്നത്. നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ മയ്യഴിയിലെ ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന മൂപ്പൻ സാഹിബ് ഉണ്ട്, ഉന്നത ഭരണാധികാരിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രമാണ് അന്ന് കാർ ഉണ്ടായിരുന്നത്. അപ്പൊ അതേപോലെ തന്നെ ലെസ്ലി സാഹിബിന്റെ കയ്യില് കുതിരവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ വളരെ കൗതുകത്തോടെയാണ് അന്ന് അവിടുത്തെ ജനങ്ങള് നോക്കി കണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ദാസന്റെ ഈ തീരുമാനം അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തതും, അതുപോലെ തന്നെ ഈ ഒരു തീരുമാനം അപകടകരമാണെന്നൊക്കെ അവർ പറഞ്ഞു. അപ്പൊ ദാസന്റെ കുടുംബം വിചാരിച്ചത് ഇവൻ ലെസ്ലി സാഹിബിനെ പോലെ പഠിച്ച് വളരെ കേമനായിട്ട് വരും, അപ്പൊ അതോടുകൂടി തന്റെ കുടുംബത്തിന്റെ ബാധ്യതകളൊക്കെ തീരും, നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ശേഷം 1948 ഒരു താൽക്കാലിക മയ്യഴി വിമോചന സമരം നടക്കുകയാണ്. അതില് ആര് പങ്കെടുക്കുന്നുണ്ട്? നമ്മുടെ ദാസനും പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാല് ആ വിമോചന സമരം പരാജയപ്പെടുകയാണ്. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ ദാസന് ഒളിവിൽ പോകുന്നുണ്ട്. അപ്പോൾ പിന്നീട് നമ്മുടെ ഈ ഫ്രഞ്ച് ഭരണം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. അങ്ങനെ ഒളിവിൽ പോയ ദാസന് പകരമായിട്ട് ദാസന്റെ അച്ഛനായ ദാമുവിനെ ഇവര് പോലീസ് അറസ്റ്റ് ചെയ്യുകയും 2 വർഷത്തോളം കാലം ജയിലിൽ അടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഓൾറെഡി അവരുടെ കുടുംബം എന്താണ്, വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ദാമും കൂടി ജയിലിലായപ്പോ ആ കുടുംബം വളരെയേറെ ബുദ്ധിമുട്ടി. ആ ഒരു സമയത്ത് ആ നോവലിൽ പറയുന്ന വേറൊരു കഥാപാത്രമാണ് അച്ചു എന്ന ഒരു ഗുണ്ടയാണ്. ഈ ഫ്രഞ്ച് ഭരണകൂടത്തിന്റെ ഒരു സഹായിയായ അച്ചു എന്ന ഒരു ഗുണ്ടയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ ഗുണ്ടയുടെ ഔദാര്യത്തിലാണ് ആര് പിന്നീട് കഴിയുന്നത്? ദാസന്റെ കുടുംബം കഴിയുന്നത്. പിന്നീട് 2 വർഷം കഴിഞ്ഞ് ദാമു ജയിൽ മോചിതനായിട്ട് തിരിച്ചു വരികയാണ്. അപ്പൊ ആ സമയത്ത് ഈ ഗുണ്ടയുടെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ദാമുവിന്റെ മകളെ അച്ചുവിന് വിവാഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോ ഇതറിഞ്ഞ ദാസൻ ഒളിവിൽ പോയിരിക്കുകയാണല്ലോ. അപ്പൊ അവിടുന്ന് തിരിച്ചു വരികയാണ്. തന്റെ പെങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഈ ഒരു വിവാഹം മുടക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ തിരിച്ചു വരികയാണ്. പക്ഷെ ആ വരുന്ന സമയത്ത് ദാമു അവനെ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കുകയാണ് ഉണ്ടാവുന്നത്. കാരണം എന്താ? ഇത്രയും പ്രശ്നങ്ങൾ അവരുടെ നാട്ടിലും വീട്ടിലും ഉണ്ടായത് ഇവൻ കാരണമാണ്. അപ്പോ അവൻ ആ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ആ ഒരു സമയത്ത് ദാസൻ എന്ത് ചെയ്യാണ്? പോലീസിന്റെ പിടിയിലാവുകയും 12 വർഷക്കാലത്തെ ജയിൽ ശിക്ഷ വിധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നെങ്കിലും ആ ഇടക്ക് ദാസന് ഒരു പ്രണയവും ഉണ്ടാവുന്നുണ്ട്. അവന്റെ പ്രണയിനിയുടെ പേരാണ് ചന്ദ്രിക. അപ്പൊ ആ സമയത്ത് തന്നെ ഈ സമരങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടക്ക് തന്നെ അവന്റെ പ്രണയവും വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ കഥാകാരൻ വളരെ നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് തന്നെ അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോ അവന്റെ കൂട്ടുകാര് ഒരിക്കൽ പറയുണ്ടായി, ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടക്കും നിനക്ക് പ്രണയിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രണയിച്ച് നടക്കുന്നുണ്ടല്ലോ എന്ന് പറയാ. അപ്പൊ അവനതിന് കൊടുക്കുന്ന മറുപടിയും വളരെ രസമാണ്. അതായത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും ഒരാളുണ്ടാവുക എന്നുള്ളത് ഒരു വലിയ കാര്യമല്ലേ എന്നവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ നടക്കുന്നതിനിടയിൽ ഈ സംഭവത്തിനൊക്കെ ശേഷം 1954 ദാസൻ ഇപ്പോഴും ജയിലിലാണ്. 1954 ഈ ഒരുപാട് സമരങ്ങൾക്കൊടുവിൽ മയ്യഴി മോചിക്കപ്പെടുകയാണ്. ഫ്രഞ്ച് ശക്തി അവിടെ നിന്ന് പോവുകയാണ്, അവരുടെ ഭരണം അവസാനിപ്പിച്ച് അവിടെ നിന്ന് പോവുകയാണ്. അതോടുകൂടി നമ്മുടെ ദാസൻ ജയിൽ മോചിതനായി തിരിച്ചു വരികയാണ്. അങ്ങനെ അപ്പോൾ തിരിച്ചു വരുമ്പോഴും ദാസന്റെ കുടുംബം ആരെ അംഗീകരിക്കുന്നില്ല? അവനെ അംഗീകരിക്കുന്നില്ല. ദാസന്റെ അച്ഛനെ അവനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ചന്ദ്രികയുടെ അച്ഛനും അമ്മയ്ക്കും. കാരണം അവരും ദാസൻ ഈ ഒരു വഴി സ്വീകരിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുക്കാന് അവർക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? ചന്ദ്രികയെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുകയും ആ നിർബന്ധത്തിന് വഴങ്ങി വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ചന്ദ്രിക. പക്ഷെ പിന്നീട് ആ കല്യാണ ദിവസം ചന്ദ്രികയെ പെട്ടെന്ന് കാണാതാവുന്നുണ്ട്. അങ്ങനെ നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഒരുപാട് തെരഞ്ഞു. പക്ഷെ ചന്ദ്രികയെ ആർക്കും കണ്ടെത്താനായില്ല.
ഇതറിഞ്ഞ് ദാസനും വന്നു. അവനും ഒരുപാട് തെരഞ്ഞു, പക്ഷെ അപ്പോഴും കണ്ടെത്താനായില്ല. അപ്പൊ അവസാനം അവന് മനസ്സിലാവുകയാണ് ഇവള് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് മനസ്സിലാവുകയാണ്. അപ്പൊ അവൻ ചിന്തിക്കുകയാണ്, താൻ ഈ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് പൊരുതി, പക്ഷെ തനിക്ക് തന്റെ കുടുംബവും അതുപോലെ തന്നെ പ്രണയിനിയൊക്കെ നഷ്ടപ്പെട്ടു. ഇനി തനിക്ക് വേണ്ടി ജീവിക്കാൻ ആരും ഇല്ല. അപ്പൊ താനും അവളുടെ കൂടെ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രിക ആത്മഹത്യ ചെയ്ത അതേ സ്ഥലത്ത് വെച്ച് തന്നെ ദാസനും ആത്മഹത്യ ചെയ്യാണ്. പക്ഷെ ആ സമയത്ത് ദാസന്റെ അച്ഛൻ അവനെ തിരിച്ചു വിളിക്കാനുള്ള ഒരു തീരുമാനത്തിലൊക്കെ എത്തുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ തന്നെ ദാസൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ദാസന്റെ കഥാകാരൻ ദാസന്റെ ജനനം എങ്ങനെയാണോ നമ്മളിലേക്ക് എത്തിച്ചത്, അതേപോലെ തന്നെയാണ് ദാസന്റെ മരണവും നമ്മുടെ വായനക്കാരുടെ മനസ്സിൽ തട്ടുന്ന വിധത്തില് എഴുത്തുകാരൻ അല്ലെങ്കിൽ എം മുകുന്ദൻ അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതോടുകൂടിയിട്ടാണ് ഈ നോവല് അവസാനിക്കുന്നത്. അപ്പൊ ആ നോവലിലെ വരികൾ ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അനാഥമായി കിടക്കുന്ന അല്ലെങ്കിൽ അനാഥമായി പരന്നു കിടക്കുന്ന ആ സമുദ്രത്തില് ഒരു വലിയ കണ്ണുനീർ തുള്ളി പോലെ വെള്ളിയാങ്കല്ല് കാണാമായിരുന്നു. അപ്പോഴും അവിടെ ആത്മാക്കൾ പാറിപ്പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. അതിലൊന്ന് ദാസനായിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ആ നോവല് അവസാനിക്കുന്നത്. അപ്പോ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല്, ഒരു ചെറുപ്പക്കാരൻ തന്റെ നാടിന് വേണ്ടി ഇറങ്ങി തിരിക്കുകയും അതിലൂടെ അവന് തന്റെ കുടുംബത്തെയും പ്രണയിനിയെയും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോ വായനക്കാരുടെയും അതുപോലെ തന്നെ എഴുത്തുകാരന്റെയും ഒരു ആശ്വാസം എന്നോണം ആവണം അദ്ദേഹം ജീവിതത്തിൽ ഒന്നിക്കാൻ കഴിയാത്ത അവരെ മരണത്തിലെങ്കിലും ഒന്നിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നോവലിനെ കുറിച്ച് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ കുറുമ്പി അമ്മയെ പോലെയുള്ള പഴയ തലമുറക്കാർക്ക് ഈ നമ്മൾ പറഞ്ഞു ഇല്ലേ, അധിനിവേശം എന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു. പക്ഷെ ദാസനെ പോലെയുള്ള പുതിയ തലമുറക്ക് ഈ സ്വാതന്ത്ര്യം എന്നത് എന്താണ് എന്നും ഒരു വികാരം തന്നെയായിരുന്നു. അപ്പോൾ എം മുകുന്ദൻ എന്ന കഥാകാരൻ മയ്യഴിയുടെ ചരിത്രവും വിശ്വാസങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ ഈ നോവലില് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ നല്ലൊരു നോവലാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, വായിക്കുക. താങ്ക് യു. ഹുസ്ന വളരെ നന്നായി തന്നെ പ്രസന്റ് ചെയ്തു. നല്ല സ്റ്റോറി ആയിരുന്നു. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടില്ല, പക്ഷെ വായിക്കാൻ നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നി. അതുപോലെ കഥയും കഥാപാത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ നല്ല ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഇനി ഫീഡ്ബാക്ക് പറയാനായിട്ട് നുസ്രത്തിനെ ക്ഷണിക്കുന്നു. താങ്ക് യു രഞ്ജിഷ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോ ഹുസ്നയുടെ പ്രസന്റേഷൻ വളരെ അടിപൊളിയായിരുന്നു. വളരെ കാമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഹുസ്ന പ്രസന്റ് ചെയ്തത്. പിന്നെ ഹുസ്ന തുടങ്ങിയത് തന്നെ നമ്മുടെ എഴുത്തുകാരനെ കുറിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റു കൃതികളും അദ്ദേഹത്തിന് ലഭിച്ച മറ്റു പുരസ്കാരങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് ഹുസ്ന ഒരു റിവ്യൂ തുടങ്ങിയത്. അത് വളരെ നന്നായിരുന്നു. പിന്നെ അതുപോലെ ഹുസ്ന പറഞ്ഞു തുടങ്ങുമ്പോൾ അതിൽ കഥാപാത്രങ്ങള് ഇപ്പോ ദാമു, ദാസൻ, കുറുമ്പി, മുത്തശ്ശി തുടങ്ങിയ എല്ലാവരും നമുക്ക് സുപരിചിതമായ രീതിയിൽ നമ്മളൊരു ബുക്ക് വായിച്ചാൽ എങ്ങനെ നമുക്ക് അവരൊക്കെ അറിയാമോ അതേ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യിക്കാൻ ഹുസ്നക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ 1-2 ദിവസങ്ങൾ എടുത്തിട്ട് വായിച്ചു തീർക്കേണ്ട ഒരു പുസ്തകത്തിന് വെറും ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂർ ക്ലിയർ ആയിക്കൊണ്ട് നമുക്ക് ആ പുസ്തകം വായിച്ച അതേ ഒരു ഫീലിംഗ് നമുക്ക് തരാൻ ഹുസ്നക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഹുസ്ന അതിന്റെ റിവ്യൂ നമുക്ക് പ്രസന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിലെ പല എഴുത്തുകാരൻ ഉപയോഗിച്ച അതേ വരികൾ തന്നെയാണ് ഹുസ്ന നമുക്ക് കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ വായിക്കുമ്പോൾ, ഒരു വായനക്കാരൻ നിലയിൽ നമ്മളത് വായിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യിക്കുന്ന പല വരികളുമാണ് ഹുസ്ന എടുത്ത് പറഞ്ഞിട്ട് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. വളരെ നന്നായിരുന്നു. ഓവറോൾ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. കേട്ടിരിക്കാൻ ഭയങ്കര സുഖം ഉണ്ടായിരുന്നു. ഇഷ്ടായി. നല്ല രീതിയിൽ തന്നെ ഹുസ്ന അത് അവതരിപ്പിച്ചു. താങ്ക് യു ഹുസ്ന. അടുത്തതായി ഹസീനനെ ക്ഷണിക്കുന്നു ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി. ഹലോ ഹുസ്ന,
വളരെ നന്നായി തന്നെ പ്രസന്റ് ചെയ്ത് ഇതിലെ കഥയും കഥാപാത്രങ്ങളും എല്ലാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി തന്ന്. പിന്നെ ഈ നോവലില് 2 ഭാഗമുണ്ട്. ആ 2 ഭാഗം നന്നായി തന്നെ പറഞ്ഞു തന്നു. അതായത് ദാസന്റെ ജനനത്തിന് മുമ്പുള്ള കാര്യങ്ങളും അതുപോലെ ജനനത്തിന് ശേഷമുള്ള കാര്യങ്ങളും നന്നായി പ്രസന്റ് ചെയ്ത് നന്നായി തന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓവറോൾ പ്രസന്റേഷൻ നന്നായിരുന്നു. താങ്ക് യു സീന. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാട്ടോ. ഇനി ഫീഡ്ബാക്ക് പറയാനില്ലെങ്കിൽ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സ്ന.